ചെന്നൈയിലുള്ളവർ മാത്രം ചെന്നൈയിൽ സിനിമ ചെയ്താൽ മതി ആ ഒരു തീരുമാനം എങ്ങനെ കാണുന്നു? ആക്ടേഴ്സിനെ എവിടെ വേണമെങ്കിലും എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊരു വലിയ ഗുണമുള്ള തീരുമാനം. റിയാസ് ഖാൻ എന്നൊരു വ്യക്തി സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ റിജക്ട് ചെയ്ത സ്ക്രിപ്റ്റുകൾ ഒത്തിരി ഉണ്ട്. മറുപടി ഇല്ല അതിന്. സിനിമയിൽ ഒരു ടീമായിട്ട് നിൽക്കുന്നു, അവിടേക്ക് എത്തണമെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ട്. അത് അവർ വിചാരിക്കണം. ഒരു ഗ്രൂപ്പ് ഉള്ളത് മലയാള സിനിമയിൽ മാത്രമുള്ള. ഇപ്പോൾ ക്രിക്കറ്റ് പാർട്ടി പിടിച്ചവരെല്ലാവരും പ്ലെയർ അല്ല. റിയാസ് ഖാന്റെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാവും. കാരണം ഹീറോ ഡൈ ചെയ്ത് തട്ടത്ത് വെള്ളം അറിയുന്ന സാർ, വെള്ളം അറിഞ്ഞോട്ടെ, വെള്ളമായിട്ട് തന്നെ അഭിനയിക്കും. ന്യൂജൻ ആളുകളുടെ കൂടെ അഭിനയിക്കുന്നു മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവെക്കാൻ ഇന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട റിയാസ് ഖാൻ ആണ്. റിയാസ് ഖാൻ, നമസ്കാരം. ഷോ. താങ്ക് യു. ഷീല അല്ലെ? ശീലമാകുന്നവന്റെ ശീല. ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത്? ഷീല എന്നൊരു സബ്ജക്ട് കേട്ടിയപ്പോൾ ഇത് ഒത്തിരി പോലീസ് ഓഫീസർ വേഷം ചെയ്തേക്കണല്ലേ, ഏറ്റവും കൂടുതൽ പോലീസ് ഓഫീസറായിട്ടാ വേഷം ചെയ്തിരിക്കുന്നത്. വീണ്ടും അതിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ ഇതിൽ എന്താണ് വ്യത്യസ്തമുള്ളത്? പോലീസ് ഓഫീസർ വ്യത്യസ്തമില്ല. എനിക്ക് ബാലു കുറേ നാളായിട്ട് ഈ ട്രാക്കിലുണ്ട്, ഈ പറഞ്ഞ ഡയറക്ടർ ബാലു. അപ്പം അങ്ങനെ ഒരു ദിവസം ബാലുവിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് പറയാനുള്ള ഒരു ദിവസം ഉണ്ടായി. അന്ന് പുള്ളിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് പറയുമ്പോൾ അത് വിഷ്വലി ഈ ഇങ്ങനെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇങ്ങനെ കണ്ട് വരുമ്പോഴത്തേക്കും ദി സ്ക്രിപ്റ്റ് വാസ് വെരി നൈസ്. സോ അപ്പോൾ അതിൽ പോലീസ് ഓഫീസറൊന്നും ഞാൻ നോക്കില്ല. ആ സ്ക്രിപ്റ്റിലൊരു ഭാഗമാകാം എന്നായിരുന്നു ഒരു ഐഡിയ. പിന്നെ ഈ പോലീസ് ഓഫീസർ ഭയങ്കര ശക്തമായ ഒരു ക്യാരക്ടറാണ് ഈ പടത്തിൽ. പിന്നെ ഇതൊരു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ല ഈ പടത്തിൽ വരുന്ന സീക്വൻസ്. ഇതൊരു ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി, അത് ഒരു സ്ഥലം വെച്ച് നിർത്തിയിരുന്നെങ്കിൽ നമ്മുടെ രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. ഈ ഷീലയിൽ ആർഗ്യുമെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. ഒരു ആർഗ്യുമെൻ്റായി, അതിൻ്റെ അപ്പുറത്ത് വേറൊരു ആർഗ്യുമെൻ്റായി, പിന്നെ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ആർഗ്യുമെൻ്റ് മാറി, പിന്നെ 2 പേരിൽ നിന്ന് 3 പേരായി, 4 പേര്. ആർഗ്യുമെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഉള്ളിൽ അവിടെ ഞാൻ ചെയ്ത ക്യാരക്ടർ പോലീസ് ഓഫീസറായിരുന്നു, കുറച്ച് ഹയർ ആയിട്ടുള്ള ആൾ. അപ്പോൾ പുള്ളിക്ക് അത് ഈഗോ ആയി. പിന്നെ അത് മനസ്സിൽ ആ പക വന്ന് പിന്നെ അങ്ങനെയാണ് കണ്ടിന്യൂ. അല്ലാതെ ഇത് പേർപ്പസ്ലി ഇതായിട്ടില്ല. ആർഗ്യുമെൻ്റ് എവിടെയെങ്കിലും നിന്ന് വരുന്നെങ്കിൽ ഈ കഥയിൽ ഒന്നും നടക്കില്ലായിരുന്നു. ക്ലീൻ ആയിട്ട് ആ കുട്ടി ഹാപ്പി ആയിട്ട് പോകാൻ, ഞാൻ വീട്ടിൽ പോകാൻ. ഞാൻ വീട്ടിൽ പോകാണ്ടിരുന്ന വഴിയാണത്. വീട്ടിൽ പോകാണ്ടിരുന്ന വഴിക്ക് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ശരി വന്ന് പോകാമെന്ന് വൈഫിനോട് 1 മിനിറ്റ് റെഡി ആയിട്ടിരുന്നു, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വന്ന ആളാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോയി നൈറ്റ് ഇതായി പോയത്. സോ അങ്ങനെ ഒരു പോയതാണ്. സോ അതിൽ ഒരു യൂഷ്വലായിട്ട് പോലീസ് ഓഫീസറായിട്ട് വന്ന് പിന്നെ അങ്ങനെയല്ല. സോ ഈ സിനിമയ്ക്ക് ഈ പോലീസ് ഓഫീസർ ആവശ്യമാണ്, അത് എനിക്കും വേണ്ടതാണ് എന്നോർത്ത് തന്നെയാണ് ഈ സിനിമയിലേക്ക് പോകുന്നത്. അങ്ങനെയാണല്ലോ നമുക്ക് സിനിമയ്ക്ക് എത്തപ്പെടുള്ളൂ. അല്ലെങ്കിൽ കുറെ പോലീസ് ഓഫീസർ ചെയ്യുന്നത് വ്യത്യസ്തമല്ല. ഈ സിനിമയ്ക്ക് ഞാൻ ഓക്കെയാണ്. പ്രേക്ഷകർ സിനിമ കണ്ടിറങ്ങുമ്പോൾ റിയാസ് ഖാൻ എന്താ ആ പോലീസ് വേഷം ഓക്കെയാണ് എന്ന് പറയണം. അതാണല്ലോ നമുക്ക് വേണ്ടത്. അങ്ങനെയാണല്ലോ താങ്കൾ സിനിമകൾ കൂടുതലും പറയുന്നത്. ഈ പറഞ്ഞതുപോലെ കുറെ നാളുകളായി സിനിമയിൽ അല്ലെ, മലയാള സിനിമയിൽ കുറെ നാളുകളായി നിൽക്കുന്നു, പല ഭാഷയിലും അഭിനയിക്കുന്നുണ്ട്. മലയാളത്തിൽ വേണ്ടത്ര ബ്രേക്ക് കിട്ടിയ ഒരു സിനിമ ഏതെന്ന് ചോദിച്ചാൽ ബാലേട്ടൻ തന്നെ. അത് തന്നെ നമുക്ക് പറയാൻ പറ്റും. ബാലേട്ടൻ തന്നെ. അതില് ഒരു പടം ഈ മൗണ്ട് എവറസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല, വലിയ പാടാണ്. പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ വലിയ പാടാണ്. പിന്നെ അതേപോലത്തെ ഒരു സാധനം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായി വരണം. പിന്നെ സിനിമ ഓൾവേസ് ചേഞ്ചസ്. ഒരു പാറ്റേണില്ല സിനിമ, ഓൾവേസ് റിവോൾവ്സ് ആൻഡ് ചേഞ്ചസ്. സോ അങ്ങനെ ചേഞ്ച് വരുമ്പോൾ ചിലത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഓൺ ദ റണ്ണിൽ എപ്പോഴും കാണണം. ഓൺ ദ റണ്ണിൽ എപ്പോഴും കാണണം. സോ അത്രേ ഉള്ളൂ അതിൽ. അല്ല ഞാനത് അതില്ല നമ്മളുള്ളത് പറയുക അല്ലേ? അങ്ങനെ വേണം, ഉള്ളത് പറയുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ക്വാളിറ്റി. പിന്നെ ഒരു ആക്ടറിന് 24 മണിക്കൂറും സിനിമ ഉണ്ടാവണമെന്ന് ആവശ്യമൊന്നുമില്ല. ഒരിക്കലും വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം ഒരു സിനിമ, ആ സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ വേണം. ആവശ്യമില്ല. അത് അങ്ങനെയല്ല. അത് പിന്നെ ഒരു സിസ്റ്റമാണ്, ഒരു ബിസിനസ്സാണ്. അത് ഇന്ന ആക്ടർ ഒന്നല്ല, പിന്നെ ഒരു കോമ്പിനേഷൻ കാണും. പിന്നെ അതിൽ പോണ ഫ്ലോ എന്നേ ഉള്ളൂ. അല്ലാതെ ഒത്തിരി മാറി സിനിമ, ഒത്തിരി മാറി അല്ലെ? തുടക്കം തൊട്ട് നോക്കുമ്പോൾ സിനിമ ഒത്തിരി മാറി. സിനിമ മാറിക്കൊണ്ടിരിക്കും, ഒരു സ്ഥലത്ത് നിൽക്കില്ല. സിനിമ നമ്മൾ പഠിച്ച് അഭിനയിച്ചും തീരുന്നില്ല. അഭിനയം നമ്മൾ പഠിക്കുക. ഈച്ച് ആൻഡ് എവറി ഫിലിം നമ്മൾ അഭിനയിച്ച് പഠിക്കുക. യു ഹാവ് ടു ബി മെച്യൂർഡ്.
നമ്മൾ മെച്യൂർ ആണോ ഓരോ ഇത് വരുമ്പോൾ, അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ നമ്മൾ മെച്യൂർ ആകാതെ കുറേ ഉണ്ട്. ഓരോ സിനിമാൻ്റെ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വന്ന് അതിലേക്ക് പഠിച്ച് യു ബിക്കം മോർ മെച്യൂർഡായിട്ട് വരണം. ഈ പറഞ്ഞ സിനിമ മാറുന്നു, സിനിമയോടൊപ്പം തന്നെ നമ്മൾ മാറുന്നു, നമ്മളോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ മാറുന്നു, എല്ലാത്തിനും ഒരു മാറ്റം സംഭവിച്ചു. ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമാവുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റില്ല. പണ്ട് അതായത് ദിവസം ഒരു സമയത്ത് റേഡിയോ ആയിരുന്നു, പിന്നെ പേപ്പറായിരുന്നു. ഓക്കെ, അങ്ങനെ ഓരോ മാറ്റങ്ങളുണ്ട്. സോ ടെക്നോളജി മാറുമ്പോൾ അതും മാറും. സോ ടെക്നോളജി ലെവലിൽ നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. അത് നമ്മൾ പിടിച്ചാൽ കിട്ടാത്തല്ല അവിടെ അത്രയത്തൊന്നും നമ്മൾ പോയിട്ടില്ല ഇതുവരെ. സോ സിനിമ കഥകളൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. അതെ, ഇതിന്റെ ടെക്നോളജി ആയിരിക്കും മാറുന്നത്. ആകെ പ്രേമം, വരുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ഈ കോഫി ഷോപ്പിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ്, ഇതൊക്കെ ആയിരിക്കും സിനിമ. ഇതിൽ കൂടുതലും ഒന്നുമില്ല. ഇതെങ്ങനെ എടുത്ത് ഈ ടെക്നോളജി എങ്ങനെ ഇംപ്ലിമെന്റ് ആയി, ആ സ്ക്രിപ്റ്റ് ഈ ടെക്നോളജിയിലേക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള മാറ്റങ്ങളുള്ളൂ. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ വിഷയമാണെങ്കിൽ ഒരു ദിവസം നടക്കുന്ന ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവമാണ്. ഇത്തരം സിനിമകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ആ സിനിമയാണ് നമ്മൾ 2 മണിക്കൂറിന് മുകളിലേക്ക് കാണുന്നത്. അതിലെടുത്തിരിക്കുന്ന നമ്മുടെ യൂണിറ്റ് ആണെങ്കിലും നമ്മുടെ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരാൾക്ക് എടുത്തിരിക്കുന്ന എഫേർട്ട് ഭയങ്കര വലുതാണ്. എത്ര ദിവസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസത്തെ സംഭവം, പക്ഷെ 30 ദിവസം വർക്ക് ചെയ്യുന്നത്. അതെ, അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ സിനിമ ഇപ്പൊ നേരത്തെ പറഞ്ഞ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ OTT എന്ന കാലഘട്ടത്തിൽ വന്നപ്പോൾ നമുക്ക് 2 ദിവസം 3, 5 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കാവുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു OTT കോവിഡ് സമയത്ത്. പക്ഷെ അതിൽ നിന്നും വീണ്ടും മാറുവാണ് നമ്മൾ. നമുക്ക് എന്നും സിനിമയാണ് ഇഷ്ടം. പ്രേക്ഷകർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുന്നു. ഒരു അഭിനയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ റിയാസ് ഖാൻ കാണുന്നത് പ്രേക്ഷകർക്ക് എങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അത് ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഒരു ആക്ടറിന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു ഒരു സ്ക്രിപ്റ്റിൽ നമ്മൾ എത്തിച്ചേരാൻ പറ്റുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ അയാൾ ചെയ്യുന്ന കഥാപാത്രം മാക്സിമം പുള്ളി നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. സ്ക്രിപ്റ്റ് നന്നാക്കാൻ പറ്റില്ല. പക്ഷേ സ്ക്രിപ്റ്റ് ഈസ് ഓൾറെഡി ഡിസൈഡഡ്. അത് ഞാൻ പോയി മാറ്റാൻ പറ്റില്ല. ആ ഡിസൈഡ് ചെയ്ത സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞു, ഇനി അതും പോയി ഞാൻ മാറ്റാൻ പറ്റില്ല. ആ ഡിസൈഡ് ചെയ്ത സ്ക്രിപ്റ്റിൽ ഒരു വലിയ ലീഡിങ് ആക്ടർ ഓക്കെ പറഞ്ഞു, അതും മാറ്റാൻ പറ്റില്ല. പിന്നെ ഞാനതിൽ ഇൻവോൾവ് ആകുമ്പോൾ എൻ്റെ കഥാപാത്രം എന്താണോ അത് മാക്സിമം നല്ലതായിട്ട് ചെയ്യാൻ പറ്റാൻ നോക്കുള്ളൂ. വിത്തിൻ ദറ്റ് ലിമിറ്റ് അത്രേ ബീങ് എ ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ ഞാൻ ലീഡ് ക്യാരക്ടർ ആയിരിക്കണം. ഞാൻ ലീഡാണെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഇത് മാറണം എന്ന് പറയാം. അതിന് ഡയറക്ടറും തയ്യാറാണ്. ഓക്കെ, പ്രൊഡ്യൂസർ തയ്യാറാണ്. സോ ഇറ്റ് ഇസ് നോട്ട് ഇത് ഭയങ്കര ഈസി അല്ല. ഒന്നല്ലെങ്കിൽ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇഷ്ടത്തിനാവുന്നല്ല. തോട്ട് ഇസ് ഡിഫറെൻറ്റ്. എല്ലാവരും അത് ഈ കാലഘട്ടത്ത് ഇന്ന സ്ഥലത്ത് ഓക്കെ ആണെന്ന് നോക്കണം. പല ഭാഷകളുണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ. ഓക്കെ, അതിലേക്ക് ഏത് ഭാഷയാണ് നമ്മൾ ചെയ്യുന്ന അതിൽ കറക്റ്റാണെന്ന് നോക്കണം. അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് നോക്കണം. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ഏറ്റവും വലുത്. പിന്നെ സോ അങ്ങനെ കുറേ ഉണ്ട്. സോ അത് യു ഹാവ്, നമ്മൾ പറയില്ല ഹീസ് എ ജീനിയസ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ എല്ലാം കൂടി ചേർന്നവരാണ് ഇത് ഒരു സംഭവം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ 100 കോടി സിനിമ ചെയ്യാൻ പറ്റില്ല. നോ, റിയാസ് ഖാൻ എന്നൊരു വ്യക്തി, ഒരു ആക്ടർ, ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ആ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിജക്ട് ചെയ്ത സ്ക്രിപ്റ്റുകൾ ഒത്തിരി ഉണ്ടോ? അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലൈഫ് കരിയർ. നമ്മൾ ആദ്യം സിനിമ അഭിനയിക്കാൻ വരുമ്പോൾ ഇതിനൊരു വേർഡ് ഉണ്ട്, പ്രിപ്പറേഷൻ എന്ന സാധനമുണ്ട്. നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഗ്രാബ് ചെയ്യണം. പ്രിപ്പറേഷൻ ഹാസ് ടു മീറ്റ് ഓപ്പർച്യൂണിറ്റി. സോ നമ്മൾ ഇത് ഒരു പ്രാവശ്യമല്ല, ലൈഫിൽ നടന്നുകൊണ്ടിരിക്കും. നടനാണോ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ, അതിനൊരു ഓപ്പർച്യൂണിറ്റി നോക്കണം. ഇങ്ങനെ അപ്പോൾ അത് പിടിക്കും. അത് കഴിഞ്ഞാൽ നടനായി കഴിഞ്ഞാൽ സിനിമ കിട്ടണം, അതിനുള്ള പ്രിപ്പറേഷൻ, അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടിരിക്കും, അത് കയറി പിടിക്കണം. സോ അങ്ങനെയുണ്ട്. സോ ഈ ഓരോ കാലഘട്ടമാണ്. നല്ല സ്ക്രിപ്റ്റ് ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ചെയ്യുന്നൊരു കാലഘട്ടമുണ്ട്. തീർച്ചയാണ് കാലഘട്ടമുണ്ട്. പിന്നെ അത് മാറി ആക്ടർ സ്റ്റാർ ആകുമ്പോൾ ഇമേജ് വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇത് നമുക്ക് പറ്റൂല എന്ന് വരും. അങ്ങനെ നമ്മൾ റിജക്റ്റ് ചെയ്യും. സോ ദാറ്റ് ഹാപ്പൻസ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത സിനിമകൾ പിന്നീട് വിജയം കണ്ടിട്ടുണ്ട്. അതിന് കാര്യമില്ല, അതിന് നമ്മൾ ചിന്തിക്കാറില്ല. ഇല്ല, അത് വരും, അത് പോകും. അതിന് റിഗ്രഷൻ ഇല്ല. എനിക്ക് ചെയ്യേണ്ടെന്ന് തോന്നിക്കാണും. തീർച്ചയാണ് അത്രേ ഉള്ളൂ. എനിക്ക് ചെയ്യേണ്ടെന്ന് തോന്നിക്കാണും. ദാറ്റ് ക്യാൻ ബി ഹിറ്റ്. നമ്മൾ വേണ്ട എന്ന് വെച്ചത് വേണ്ട, അതിന് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മളിപ്പോ മഴ വരണേ നമ്മൾ പ്രാർത്ഥിക്കും. മഴ വരുമ്പോൾ ചെളിക്കാലം ഒന്ന് റെഡി ആയിട്ടിരിക്കണം.
കൃത്യമാണ്. ഇതിനുള്ള മറുപടി ഇല്ല അതിന്. മഴ വരണം, ചെളിയിലും കാലുകുത്തൂല, കൊതുകടിയും വേണ്ട, ചുമയും വേണ്ട, പനിയും വേണ്ട. ഇത് വേണം, ഇതൊക്കെ കാണും. ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മള്. ഇല്ലാതെയും പോയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ റിജക്ട് ചെയ്ത സ്ക്രിപ്റ്റ് സിനിമ ഉണ്ടാകാതെയും പോയിട്ടുണ്ട്, സിനിമ എടുക്കാതെ പോയിട്ടുണ്ട്, ആ സിനിമ പുറത്ത് വരാതെയും പോയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദയർ. അല്ല, കൃത്യമാണ് പറയുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ, നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മളിലേക്ക് എത്താതെ പോയിട്ടുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അഭിനയിച്ചു. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഞാനും കൂടെ ആ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു തോന്നും. അത് പിന്നെ വേറെ പ്രാക്ടിക്കലി ഒരു ആക്ടറിന് നമ്മൾ സിനിമ തിയേറ്റർ സിനിമ കാണാനിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇത് ഞാൻ ചെയ്ത് എങ്ങനെ ഇരിക്കുന്നതായിരിക്കും ചിന്ത. അപ്പം നമ്മൾ അകത്തിങ്ങനെ പടം കാണുമ്പോൾ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ ചെയ്യുന്നതന്നെ, ഞാൻ അങ്ങനെ ചെയ്യുന്നതന്നെ, ഞാൻ വിചാരിച്ചതിനെക്കാളും പുള്ളി സൂപ്പറായിട്ട് ചെയ്ത് ഇത് ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ തോന്നും. അത് എൽബാണത്. അങ്ങനെ ഏറ്റവും അധികം ഏറ്റവും മനസ്സിന്റെ ഉള്ളിൽ തട്ടിയ ഒരു സിനിമ ഏതായിരിക്കും? അങ്ങനെ ആക്ടർ പറയാൻ പറ്റില്ല. അങ്ങനെ ഇതെന്താണെന്നറിയോ, ഈ പ്രൊഫഷന് എൻഡില്ല. ഈ പ്രൊഫഷൻ എൻഡില്ല. നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പെർഫെക്ഷൻ ആകാൻ പറ്റൂല, എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. പെർഫെക്ഷൻ ഒരിക്കലും ആകാൻ പറ്റില്ല. ഒരു സാധനം എക്സൽ ചെയ്യാൻ പറ്റും. അതാണ് ഒരു ടേക്ക് ചെയ്ത് അടുത്ത ടേക്ക് വരില്ല. ആ ടേക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അടുത്ത ടേക്ക്. ബിക്കോസ് യു ആർ എ ഹ്യൂമൻ ബീങ്. പ്ലസ് നല്ല നടനാണെങ്കിൽ അടുത്തത് മാറിപ്പോവും, വേറെ എക്സ്പ്രഷനായി പോകും. അതിനേക്കാളും ബെറ്റർ ആയിരിക്കും, ചിലപ്പോൾ അതിനേക്കാളും ചീത്തയായിരിക്കും. ചിലപ്പോൾ ഇതിന് ഡബിൾ ബെറ്റർ തേർഡ് ടേക്കിൽ വരും. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. ചിലവർ 5 ടേക്ക് എടുക്കും. 5 ടേക്ക് എന്തിനാ സാർ? ഇല്ല സാർ, ഓരോ ടേക്ക് ഈസ് ബെറ്റർ. ഞാൻ എഡിറ്റിംഗ് ഇപ്പോൾ ഏത് ബെറ്റർ ആണോ കിട്ടണം എന്ന് പറയും. സോ അങ്ങനെയുണ്ട്. സോ അങ്ങനെ ഒരു ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. മലയാള സിനിമയിൽ റിയാസ് എന്ന് പറഞ്ഞ ഈ കലാകാരന് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് സിനിമകൾ കണ്ടു തുടങ്ങുന്ന കാലത്തൊക്കെ റിയാസ് ഖാൻ വലിയ രീതിയിൽ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട്. വേണ്ടത്ര മലയാള സിനിമ സ്പേസ് കിട്ടിയിട്ടില്ല എന്ന് ഉണ്ടോ? ഉണ്ട്. പക്ഷെ അത് ഞാനൊരു ഇതായിട്ട് കാണുന്നില്ല. ഉണ്ട്. സിനിമ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആ മാറണ സമയത്ത് അവർ ചിലപ്പോൾ ആ ക്രിയേറ്റർ ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കും. സിനിമ എനിക്കാണ് ആവശ്യം. സിനിമ ആവശ്യമുള്ളത് എനിക്കാണ്. ഓക്കെ, അത് എല്ലാ ആക്ടറും അങ്ങനെയാണ്. സിനിമ ഇസ് കടൽ പോലെയാണ്, അത് ഇങ്ങോട്ട് വരില്ല. നമ്മളാണ് അതിലേക്ക് ചാടാൻ. ഒന്നല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ ആളെടുത്ത് ഞാൻ പോയി ചാടി എനിക്ക് താന്നും പറഞ്ഞ് ഞാൻ ചാൻസ് വാങ്ങണം. എനിക്ക് ഇവർ വിളിക്കുമെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ എൻ്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാരിയറിൽ എല്ലാ ഭാഷയും ചെയ്യാനുള്ള എനിക്ക് അവസരം കിട്ടി. തീർച്ചയായിട്ടും. ഓക്കെ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം, വൺ ജാപ്പനീസ്. സോ ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഉണ്ട്, ഒരു സ്ഥലത്തില്ല. പിന്നെ വേറൊരു സ്ഥലത്തുണ്ട്, വേറൊരു സ്ഥലത്തില്ല. അപ്പോൾ ഒരു സ്ഥലത്തുള്ളപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ അവിടെയാണ്. അപ്പോൾ ഇവിടെ കുറേ പോയി പുതിയ ആൾക്കാരൊന്നും കണ്ടില്ല. അങ്ങനെ ഉള്ള ഒരു മാറ്റി നിർത്തപ്പെട്ടതല്ലോ. മാറ്റി നിർത്തട്ടെ, അതിന് പ്രശ്നമില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നെ സിനിമയിൽ നിന്നും? മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് തോന്നിയിട്ടുണ്ടോ? ദാറ്റ് പൊളിറ്റിക്സ് ഇസ് ദർ എവ്രിവെയർ. ആ ഒരു പൊളിറ്റിക്സ് എല്ലായിടത്തും ഞങ്ങളുടെ മേഖലയിൽ വരെ ഉണ്ട്. ഓരോ കാലഘട്ടത്തിൽ അത് മാറും. ഇപ്പൊ ഒരു ടീം തന്നെ ചെയ്യും. ആ ടീമിലേക്ക് കയറിപ്പെടാൻ വലിയ പാടാണ്. അങ്ങനെ ഉണ്ടെന്നുള്ള വിശ്വസിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് കണ്ണതല്ല, നമ്മള് വിശ്വാസമല്ല. ആ ടീമിലേക്ക് എത്താൻ പറ്റില്ല. സിനിമയിൽ ഒരു ടീമായിട്ട് നിൽക്കുന്നു, അവിടേക്ക് എത്തണമെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ട്. അതൊരു ഇല്ല, അത് അവർ വിചാരിക്കണം. നമ്മൾ മുട്ടിയാലും തുറക്കില്ല, അവർ വിചാരിക്കണം. അത് ഞാനെപ്പോഴും പറയും, പീപ്പിൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ഹീറോ ആയിട്ട് അഭിനയിച്ചാൽ അക്സെപ്റ്റ് ചെയ്യാലും സിനിമാക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല. സിനിമാക്കാർ അക്സെപ്റ്റൻസ് വലിയ പാടാണ്. അത്തരമൊരു കൂട്ടുകെട്ട്, അത്തരമൊരു ഗ്രൂപ്പ് ഉള്ളത് മലയാള സിനിമയിൽ എല്ലായിടത്തും അത് എല്ലായിടത്തും ഇങ്ങനെ മാറി വരുന്നുണ്ട്. വലിയ പാടാണ്. ബിക്കോസ് ഇപ്പോൾ ക്രിക്കറ്റ് പാർട്ടി പിടിച്ചവർ എല്ലാവരും പ്ലെയർ അല്ല, ക്യാമറ മുന്നിൽ നിൽക്കുന്ന ഒരു ആക്ടറും അല്ല. ആക്ടറെ റെക്കഗ്നൈസ് ചെയ്യണം. ഇവിടെ ബ്രാൻഡാണ് ചെയ്യുന്നത്. വില്ലൻ ആക്ടർ, കോമഡിയൻ ആക്ടർ, ഐറ്റം ഗേൾ ഡാൻസ് ആക്ടർ, അമ്മ ആക്ടർ, അത് ചെയ്ത പിന്നെ അതേ വിളിക്കുള്ളൂ. ഇവിടെ അങ്ങനെയാണ്. ആക്ടറിന് ക്യാരക്ടേഴ്സ് കൊടുക്കില്ല. ഓക്കെ, അത് വലിയ പാടാണ്. വില്ലനായ വില്ലൻ തന്നെ, ഇത് തന്നെ. പിന്നെ ദേ ഡിസൈഡ് റിയാസിനെ ചെയ്യാൻ പറ്റില്ല, റിയാസിനെ ആക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാവും. സോ ഇപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവർ വിചാരിച്ചോട്ടെ, നമ്മൾ ചിലപ്പോൾ ഇന്നെടുത്തില്ലെങ്കിൽ 2 വർഷം എടുക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് കൂടെ ഇങ്ങനെ പ്രൂവ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ വരും. അപ്പോൾ ഒരു പ്രൂവ് എവിടെയെങ്കിലും നടന്നു കഴിയുമ്പോൾ എനിക്കറിയായിരുന്നു നേരത്തെ റിയാസ് ഇങ്ങനെയൊക്കെ അഭിനയിക്കും. അപ്പോൾ പുകഴ്ത്തി പറയും. ഇത് അത്രേ ഉള്ളൂ. ഇത് നമ്മൾ അങ്ങനെ കാണുന്നേ ഉള്ളൂ. ഓക്കെ,
സോ സിനിമ ഒരു കൂട്ടായ്മയാണ്. പക്ഷെ എവറിബഡി അവരുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് വേണ്ടി പാടുപെടണം. നമ്മൾ പറയും സിനിമ ഈസ് എ ടീം വർക്കാണ്. പക്ഷേ ഇൻഡിവിജ്വൽ സ്കോറിംഗ് ആണല്ല, തീർച്ചയായിട്ടും അതെ. ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ആണല്ല, അല്ലെങ്കിൽ ഇല്ല. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന ഈ ഒരു കൂട്ടായ്മ, ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ അവര് വാതിൽ തുറന്നാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ. അതിന് തൊട്ട് മുമ്പ് എനിക്കാണ് സിനിമ ആവശ്യം, കടലാണ്, കടലിലേക്ക് ഞാൻ ചാടണമെന്ന് പറഞ്ഞു. ഈ കടലിലേക്ക് നമുക്ക് ചാടാൻ പറ്റില്ല അല്ലെ? ആ ഗ്രൂപ്പ് കടലിലേക്ക് ചാടാൻ പറ്റില്ല. അവരും സിനിമയിലുള്ള തീരുമാനം തിരിച്ചു വരും. ഇവര് കടലല്ല, ഇവര് സിനിമ വേറെയാണ്. ഇവരും സിനിമയിൽ ചാടുന്ന ആൾക്കാരാണ്, ഇവരും അതിൽ ചാടുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവരെല്ലാവരും 5 കൈയും പിടിച്ച് ചാട്ടമാണ്, ഒറ്റയ്ക്കല്ല ചാട്ടം. ഓക്കെ, സോ ഒരു ഗ്രൂപ്പായിട്ട് ചാടുന്നത്, ഒറ്റയ്ക്കാണ് ചാടുന്നത്. ഇവര് 10 പേര് ഒരുമിച്ച് കൈ പിടിച്ചാണ് ചാടുന്നത് സിനിമയിലേക്ക്. അത്രേ ഉള്ളൂ. ഇത് അവരവരുടെ ഇത്. ഇനി അവർക്കും ആവശ്യം വരുമ്പോൾ അവരും പുള്ളി വരും. റിയാസ് ഖാനെ ഫിക്സ് ചെയ്ത സിനിമ, ഒരു സിനിമ ഇപ്പം റിയാസ് ഖാൻ വേണമെന്ന് പറഞ്ഞ സിനിമ അവിടെ നിന്ന് പിന്നെ മാറ്റിയിട്ടുണ്ടോ? മലയാളമല്ല, പല ലാംഗ്വേജിലുണ്ട്. മലയാളത്തിൽ നിന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ ഇന്ന സിനിമയിൽ ഇല്ലെന്ന് നമ്മൾ അറിയില്ല. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ഡയറക്ടർ, എനിക്ക് റിയാസിന് ഈ ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞാണ്, ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേറൊരാളാണ്. അയാൾക്ക് ഒരു ഇഷ്ടമുള്ള ആൾ മനസ്സിൽ കരുതി കാണും, പുള്ളി വേണ്ട, പുള്ളീനെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാണ്. ഓക്കെ, ഡയറക്ടറിന് മുകളിലായി അവർ. ഓക്കെ, ഇനി പുള്ളീനെ ഇട്ടാൽ പുള്ളീനടുത്തുനിന്ന് ഇത്ര പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട്, പൈസ ഒക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പോ എന്നെ വിളിക്കുകയില്ല, റിയാസിനെ കിട്ടിയില്ല സാർ, പുള്ളി തെലുങ്കിൽ ബിസിയാണ്, അല്ലെങ്കിൽ മറ്റേ ഭാഷയിൽ ബിസിയാണ്, തമിഴ് ബിസിയാണ്, കിട്ടിയ ആ ഡേറ്റ് നമുക്ക് ശരിയാകുന്നില്ല, ഇങ്ങനെ പോയി അങ്ങനെ പോകും. ഇനി ഈ ഡയറക്ടർ ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണും, ലിഫ്റ്റ് വെച്ച് കാണും, അല്ലെങ്കിൽ താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് കാണും, അല്ലെങ്കിൽ പുള്ളി ചെന്നൈയിലോ ഹൈദരാബാദിലോ ഫിലിം സിറ്റി കാണാനോ വേറൊരു ലൊക്കേഷൻ കാണാൻ വരും. അപ്പോൾ കണ്ടുവിട്ടും അങ്ങനെ വിട്ടുമ്പോൾ റിയാസ് എന്ന ഡേറ്റിലെന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ റിയാസ് നന്നായിരുന്നു, എന്നെ വിളിച്ചിട്ടേ ഇല്ല സാർ എന്ന് പറയും. ഓക്കെ, ഇതൊരു ചെറിയ കാര്യമാണ്. പുള്ളി എന്നെ വിളിച്ചാൽ മതിയായിരുന്നു, ഫോൺ എടുത്ത് ഡയറക്ടറെ വിളിച്ചാൽ മതിയായിരുന്നു, ഫോൺ എടുത്ത്. ഓക്കെ, ഇതിപ്പോൾ ആരെയും ബ്ലെയിംഡ് അല്ല. പുള്ളീനെ ജോലിക്ക് വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. എന്നുവെച്ചാൽ പുള്ളി കോർഡിനേറ്റ് ചെയ്ത് പുള്ളി റിയാസിനെ കൊണ്ടുവരും എന്നുള്ളതാണ്. സോ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് 32 വർഷമായി. തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് റിയാസ് ഖാന്റെ ഒരു യാത്ര. അതുകൊണ്ട് തന്നെ റിയാസ് ഖാൻ ഇന്നും ഈ സമയത്തും ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത് അല്ലെ? ഇപ്പോഴും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ റിയാസ് ഖാനെ വെച്ച് സിനിമ എടുക്കാൻ ആളുകൾ വരും. അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യട്ടെ. അതാണ് അവർക്കൊക്കെ എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട് വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും അല്ലെ? ഞാൻ കൂടുതൽ എന്നിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ വിശ്വാസമാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചത്. ഞാൻ എന്നിൽ വിശ്വസിച്ചാൽ എനിക്ക് എൻ്റെ കഥയെ പറയാൻ പറ്റുള്ളൂ, എനിക്ക് വേറൊരാളുടെ കഥ പറയാൻ പറ്റില്ല. എൻ്റെ ലൈഫ് ജേർണി, എൻ്റെ സിനിമയിലുള്ള എൻ്റെ ഹാർഡ് വർക്ക് എനിക്ക് വെച്ചാൽ ഞാനത് ചെയ്തിട്ടുള്ളൂ. വേറൊരാൾ പറയുന്ന കേൾക്കാം, പക്ഷെ അയാളെ കൂടെ ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. നമുക്ക് നേരിട്ട് കേൾക്കണം. ട്രാവൽ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാൻ പറ്റുള്ളൂ. ഈ മലയാളം എല്ലാ ലാംഗ്വേജിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു റിയാസ് ഖാന്റെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാവും, അങ്ങനെ അറിഞ്ഞിട്ടുണ്ടോ? റിയാസ് ഖാൻ ആണ് ഞാൻ അഭിനയിക്കുന്നില്ല, മേ ബി ലീഡിങ് ഹീറോയിൻസ് പറഞ്ഞാണോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാനൊരു സിനിമയിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുമ്പോൾ പിന്നെ ആ പടം നടക്കാതെ പോയിട്ടുണ്ട്. അതിൽ കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് അവർക്ക് ഹയർ ഗ്രേഡുള്ള ഹയർ ഗ്രേഡ് മീൻസ് ഹയർ ബിസിനസ് വാല്യൂ ഉള്ള നടനെടുത്ത് ചെയ്താൽ മതിയുന്നുണ്ട്. അങ്ങനെ അത് ഹീറോയിൻസ് ഉണ്ട് ഉണ്ടല്ലേ? മെയിലിന് വരില്ല. ഇനി ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല, അത് അവരുടെ ഇൻഡിവിജ്വൽ PR ആണ്. അവർക്ക് മാർക്കറ്റിംഗ് ഉള്ള ആളോട് അഭിനയിച്ചാലേ അവർക്ക് മാർക്കറ്റിംഗ് ഉള്ളൂ. ഓക്കെ, സോ അത് എല്ലാ ഭാഷയിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ട്രൂത്ത് ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യം. That's how it is. തീർച്ചയായിട്ടും. ഇവരെ പിന്നീട് കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. പിന്നീട് അഭിനയിച്ചിട്ടുണ്ട് ഇവരോട്. പിന്നെ കണ്ടിട്ടുണ്ട്, പിന്നീട് അഭിനയിച്ചിട്ടുണ്ട്. ഐ ബിക്കം എ ബെറ്റർ സ്റ്റാർ. ഈ ബെറ്റർ ആക്ടർ ആകുമ്പോൾ ഫേമസ് ആകുമ്പോൾ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് മാർക്കറ്റില്ലാതെ വരുമ്പോഴും അഭിനയിച്ചിട്ടുണ്ട് കൂടെ. അപ്പോൾ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽക്കുള്ളൊരു പാഠമില്ല. നമ്മൾ തുറന്ന പുസ്തകമാണെന്ന് പറയാം അല്ലെ? കൃത്യമാണ് റിയാസ് ഖാൻ പറഞ്ഞ കൃത്യമാണ്. അപ്സ് ആൻഡ് ഡൗൺസ്. അവർ അപ്പിലായിരിക്കും അഭിനയിച്ചില്ല, അവർ ഡൗൺ ചെയ്യുമ്പോൾ അഭിനയിച്ചു. സോ ഇതെല്ലാം ഈ ട്രാക്കിലെല്ലാം ഓടുവാണ് ഈ ട്രെയിൻ. ഇത് ഇങ്ങനെ പോയേ പറ്റൂ, അല്ലാതെ നമ്മൾ ഒരു സമയത്ത് വലിച്ചെറിഞ്ഞ് പോകാൻ പറ്റൂല. അത് ഞാൻ ചെറുപ്പത്തിൽ ആക്ടറാണെന്ന് ഡിസൈഡ് ചെയ്ത ആളാണ്. അല്ല വേറെ ജോലിക്ക് പോയിട്ട് വരണോ, അല്ല ചെറുപ്പം ആക്ടറാണെന്ന് ഡിസൈഡ് ചെയ്ത് സിൽവസ്റ്റർ സ്റ്റലോൻ്റെ ഫോട്ടോ എൻ്റെ മുറിയിൽ വലുതാക്കി വാൾപേപ്പർ വാങ്ങി ഒട്ടിച്ച് കണ്ണ് തുറന്ന പുള്ളി, കണ്ണ് മൂടിയ പുള്ളി. അങ്ങനെയാണ് ഞാൻ ഫിറ്റ്നസ്സിലേക്ക് വന്നത്.
കുറേ ആക്ടർ കാണുമല്ലോ, കുറേ ആക്ടർ ഉണ്ട്, കുറേ വണ്ടർഫുൾ ആക്ടേഴ്സ് ഉണ്ട്, അവരെയൊക്കെ നമ്മൾ ഭയങ്കര ഇമ്പ്രസ്സായി ഇങ്ങനെ അഭിനയിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ റോൾ മോഡൽ എടുത്ത് ഞാൻ സിൽവസ്റ്റർ സ്റ്റാലോണാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ഇങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെയായി അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബോഡി ഉണ്ടെങ്കിൽ ബോഡിക്ക് അഭിനയിക്കാൻ സംബന്ധമില്ല. അഭിനയിക്കാൻ പറ്റാത്ത ആൾക്ക് അഭിനയിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അഭിനയിക്കുന്നവർ അഭിനയിക്കും. പിന്നെ സിനിമയിൽ എന്തിനാ മേക്കപ്പ്, പിന്നെ എന്തിനാ കോസ്റ്റ്യൂം, പിന്നെ എന്തിനാ എല്ലാ ടെക്നിക്കും ഉണ്ട് സിനിമയിൽ. അത് നമ്മൾ അഭിനയിച്ചാൽ മതി. ആ ക്യാരക്ടറിൽ ഒരു വലിയ ജോഗ്രഫി കാണും. ആ ജോഗ്രഫിയിൽ നമ്മൾ ആർട്ട് വർക്കൊക്കെ ചെയ്ത് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് എല്ലാം ചെയ്ത് പിന്നെ നമ്മളെ കൊണ്ട് അവിടെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ ഫിറ്റിനായിരിക്കണം. ഫിറ്റിനെ പിന്നെ അവിടെ പെർഫോം ചെയ്യണം. അത്രേ ഉള്ളൂ. അല്ല നമ്മളെല്ലാം ഇപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കണം. അതിന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ബ്ലെയിം നമ്മുടെ മേത്ത് ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, ഞാനിപ്പോൾ റിയാസ് ഖാനെ ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ ഞാൻ റിയാസ് ഖാനെ കാണുന്ന ഒറ്റയ്ക്കാണ് ഇവിടെയൊക്കെ വരുന്നത്. റിയാസ് ഖാൻ എത്രയോ സിനിമകൾ അഭിനയിച്ച ഒരു ആക്ടറാണ്. എല്ലാ ഭാഷയിലും ജപ്പാനീസ് വരെ അഭിനയിച്ചു. ഒരു സാധാരണ ഒരു ലൊക്കേഷനിലൊക്കെ വന്നിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ വരുമ്പോൾ താങ്കളെ പോലെയുള്ള ആക്ടേഴ്സിന്റെ കൂടെ കുറെ 2-3 പേരെങ്കിലും കാണും. എനിക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തി. ഫോൺ താങ്കൾ തന്നെ കൊണ്ടുവന്ന് അവിടെ വെക്കും, ബെല്ലടിക്കുമ്പോൾ പോയി ഓഫ് ചെയ്യുന്നു. അതൊക്കെ അത്രയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആളല്ല കേട്ടോ താങ്കൾ. ഇത് എനിക്ക് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഇതൊക്കെ അല്ലാതെ ചെയ്യാനുള്ള കാര്യമൊന്നും അല്ല. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ ഫെയിലിയർ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ അത് ഞാനതാ പറഞ്ഞത്, മെച്യൂർ ആണെന്ന് പറഞ്ഞില്ലേ. ഇത് നമ്മൾ ചെയ്യാനുള്ള കാര്യമുള്ളൂ. ചെയ്യാം. ഇതിനിപ്പോൾ ഞാൻ പ്രഭുദേവൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു ചെന്നൈയിൽ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഞാൻ സിമ്പിൾ ഫാക്ട് പറഞ്ഞുതരാം. അവിടെ നിന്ന് ഇപ്പം ഞാൻ 4 പേരായിട്ട് വരണമെന്ന് വാശി പിടിച്ച് 4 പേരായിട്ട് വരാം. ഓക്കെ, ഈ ഒരു ദിവസത്തിന് ഞാൻ അവരവിടെ ഷൂട്ടിംഗ് ഉണ്ട്, അവിടെ നിർത്തിയിട്ട് ഞാൻ മാത്രം ഒറ്റയ്ക്ക് വന്നാൽ മതി. ഓക്കെ, എന്നിട്ട് ഞാൻ പെട്ടിക്കകത്ത് എത്ര ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വെച്ച്, എത്ര ഡ്രസ് ചേഞ്ച് ഉണ്ടെന്ന് വെച്ച്. അപ്പോൾ 4 പാൻറ്റ് 4 ഷർട്ട്, ഓക്കെ, മാറി ഡ്രസ്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു ഒരു അയൺ ബോക്സ് ഉണ്ടെന്ന് വെച്ചു. ഓക്കെ, അയൺ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യും? അയൺ ചെയ്യണം. ഞാൻ തന്നെ ചെറിയ ഇത് വെച്ചാൽ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ കണ്ണിൻ്റെ അടി ഭയങ്കര ഇത് ആണെങ്കിൽ അതുകൊണ്ടാണ് ഗ്ലാസ് ഇട്ടത്, അല്ലെങ്കിൽ ഗ്ലാസ് ഇട്ടില്ല. അതുകൊണ്ടാണ് ഗ്ലാസ് ഇട്ടോ. സോ അത്രേ ഉള്ളൂ. ഞാൻ ഭയങ്കര മോഡസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഇതായിട്ട് കാണുന്ന ആളാണ്. അതൊക്കെയാണ് നമുക്കൊക്കെ ഇഷ്ടം കേട്ടോ. ഉള്ളത് പറഞ്ഞുള്ളൂ. അതൊക്കെയാണ് ഞാനത് ഇന്ന് ശ്രദ്ധിച്ചു വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരാളാണ്. താങ്കൾ സിമ്പിൾ ആയിട്ട് വരും. ഇത്ര സിംപ്ലിസിറ്റി ഒക്കെ നമ്മളെക്കാളും വലിയ ആൾക്കാർക്ക് ഉണ്ട്. അത് കണ്ടു പഠിക്കണം. നമ്മൾ മറ്റുള്ളവരും കണ്ടു പഠിക്കണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. അമീർ ഖാൻ ഉണ്ട്. ഞാൻ അമീർ വർക്ക് ചെയ്യപ്പോൾ പുള്ളി നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടായ ചോദ്യമാണ് അതൊക്കെ. ഓക്കെ, പുള്ളിക്ക് ഒരു കുറേ ആൾക്കാരോ ഒന്നുമില്ല ചുറ്റി, ഒറ്റയ്ക്ക് നടന്നു വന്ന് എൻ്റെ അടുത്ത് ഹലോ പറഞ്ഞ് നിലത്തിരുന്ന് ഒരു ഓറഞ്ച് വന്ന് 2 പേരും നിലത്തിരുന്ന് ഓറഞ്ച് കഴിച്ച് ടേക്ക് ഇടുന്നപ്പോൾ ഇറങ്ങി ബസ്സിൽ കയറി ഇങ്ങനെ ഓടി ഇങ്ങനെ വന്ന് അവിടെ പോയി ഇരുന്ന് ഒരു റോട്ട് ഷൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഞങ്ങൾ 2 ഓടിയായിരുന്നു ഇങ്ങനെ ഷോട്ടിന്. ഓടിപ്പോയി പുള്ളി ഒരു കോഫി ഷോപ്പിൽ കയറി ഇരുന്ന് ഇവിടെ വന്നു പറഞ്ഞ് അതിൻ്റെ അകത്തിരുന്ന് എല്ലാം അവിടെ പോയി നിന്ന്. സോ നമുക്ക് പഠിപ്പിച്ചു തരെയാണ് ജോലി മാത്രം ചെയ്താൽ മതി. ഓക്കെ, അത് 100% ചെയ്യുക. ഓടിയാൽ സന്തോഷം, ഓടിയില്ലെങ്കിലും സന്തോഷം. ഓടിയില്ലെങ്കിൽ ഈ ജോലിക്ക് അടുത്ത പടം കിട്ടും, ഓടിയാൽ ഇതിൻ്റെ ഇരട്ടി കിട്ടും. സോ ഇറ്റ്സ് ഫൈൻ. നമ്മൾ ജോലി 100% ചെയ്യും. ഈ അമീർ ഖാന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഇവിടെ ആര് ചെയ്യുന്നു എന്നാണ് ഞാൻ ചിന്തിക്കണം. അതാണ് അല്ലേ? അത്രയും എക്സ്പീരിയൻസ് ഉള്ള അമീർ ഖാൻ ആരാണ് അല്ലേ? പിന്നെ നമ്മളെ ടോട്ടലായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് തകർത്ത് കളഞ്ഞ ആളാണ് രജനി സാർ. പുള്ളിക്ക് ഇപ്പോഴും പുറത്തും അകത്തും പുള്ളിക്ക് മുടിയൊക്കെ വെച്ച് ലോകത്ത് പുള്ളിക്കില്ലാത്ത ഹെയർ ആണോ? ഒരേ നാച്ചുറലിനെക്കാളും വളരെ ഭംഗിയായിട്ട് ഹെയറൊക്കെ വെച്ച് പുള്ളിക്ക് നടക്കുക. പുള്ളി സിനിമയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒറ്റ മാറ്റിക്കളഞ്ഞു പുള്ളി. നമ്മളെല്ലാം തകർന്നു പോയപ്പോൾ പുള്ളി കംപ്ലീറ്റ് എനിക്ക് മുടിയില്ല. പുള്ളിന് മുടിയിലായിരുന്നു സ്റ്റൈൽ. പുള്ളിക്ക് മുടിയിലായിരുന്നു സ്റ്റൈൽ, മുടിയിലായിരുന്നു എല്ലാം. അതൊന്നും പുള്ളി നമ്മളങ്ങോട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞില്ലേ. പിന്നെ അജിത്ത് കയറി വെള്ളത്താടി വെച്ച്. സാധാരണ ഹീറോ ഡൈ ഷോർട്ടിൽ ഇങ്ങനെ തട്ടത്ത് വെള്ളം അറിയുന്ന സാർ, വെള്ളം അറിഞ്ഞോട്ടെ, വെള്ളമായിട്ട് തന്നെ അഭിനയിക്കും. സോ ബ്രേക്കിംഗ് പോയിന്റ് ആണ് അതാണ് ഞാൻ പറഞ്ഞത്. യു ബി യുവർ സെൽഫ്. അതിൽ നമ്മൾ ആ ക്യാരക്ടർ അഭിനയിച്ചാൽ മതി. കൃത്യമാണ് കേട്ടോ. ഈ പറഞ്ഞതുപോലെ മമ്മൂട്ടി, മോഹൻലാൽ ഒക്കെ ഒരുമിച്ച് ഒക്കെ അഭിനയിച്ചു. ഒത്തിരി ആളുകളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ന്യൂജൻ കുറെ സിനിമകളുണ്ട്. ഇനി അങ്ങനെ ഒരു ഇപ്പോഴത്തെ ഒരു ടാലന്റ് വെച്ച് നോക്കുമ്പോൾ ന്യൂജൻ ആളുകളുടെ കൂടെ അഭിനയിക്കുന്നു മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും കൂടെ അഭിനയിക്കണമെന്ന് തോന്നുന്നുള്ളതോ? ദുൽഖർ സൽമാൻ്റെ കൂടെ.
രാജുവിനെ എനിക്കറിയാം, വളരെ നന്നായിട്ട് അറിയാം. എക്സ്ട്രോണറി ടാലൻറ്റഡ് പേഴ്സണാണ് രാജു. സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ കാര്യം പറയാന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ അറിയാം രാജുവിനെ. സോ ഞാനൊരു പ്രാവശ്യം ഷാജി കൈലാസിൻ്റെ പടത്തിന് രാജു ഞാനിങ്ങനെ സിനിമ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ CCL നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച് രാജു CCL ഒന്ന് കളിച്ചുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ രാജു പറഞ്ഞു ഞാൻ CCL വരണതോ കളിക്കുന്നതോ ഒന്നുമല്ല റിയാസ്, അതൊക്കെ ഏട്ടനാണ് ഇഷ്ടം. ചേട്ടൻ വെച്ചാൽ ചേട്ടനാണ് ഇഷ്ടം, ചേട്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഞാനത് ഇഷ്ടക്കുറവുണ്ടോ പറയണ്ട, എൻ്റെ മൈൻഡ് അങ്ങനെയുണ്ട് റിയാസ്. ഞാൻ ആ 30 ദിവസം 40 ദിവസം അവിടെ വന്ന് നിൽക്കുന്നതെന്നോ ഷൂട്ടിംഗ് മാറ്റിക്കുന്നതല്ല എല്ലാ പ്രശ്നം. ഞാൻ എൻ്റെ മൈൻഡ് എന്നറിയോ, ആ സമയത്ത് ഒരു സിനിമ ചെയ്യുക, ആ സമയത്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതുക, ആ സമയത്ത് എന്തെങ്കിലും മ്യൂസിക് ചെയ്യുക. എൻ്റെ മൈൻഡ് അങ്ങനെയാണ്, ഇതിലേക്ക് വരില്ല. അതുകൊണ്ടാണ് റിയാസ്, അല്ലാതെ നിങ്ങളോട് വരണോ വല്ലോ എന്നല്ല. സോ അത്രയും സിനിമയിലുള്ള ആളാണ് പൃഥ്വിരാജ്, ഇത്ര ഹൈറ്റിൽ വരും. ദുൽഖറിന്റെ കൂടെയാണ് അഭിനയിക്കുന്ന ഒരു ആഗ്രഹമുള്ളത് അല്ലേ? അത് ഉടനെ തന്നെ സഫലമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു, ലാലേട്ടൻ്റെ കൂടെ. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചാൽ മമ്മൂക്ക എന്തെങ്കിലും പറഞ്ഞു വെച്ചത് നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കുന്ന എന്തായിരിക്കും? മമ്മൂക്ക പറഞ്ഞ ഒരു സംഭവം. മമ്മൂക്ക പറഞ്ഞ സംഭവമല്ല, നമ്മൾ ഓരോ ലെജൻഡ് അടുത്ത് അഭിനയിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. സാധാരണ നമ്മളൊരു ഡയലോഗ് വർക്ക്ഷോപ്പ് ചെയ്യും. ഇപ്പോൾ വർക്ക്ഷോപ്പൊന്നും ഇല്ല, പ്രാക്ടീസ് ചെയ്യും, റിഹേഴ്സൽ ചെയ്യും. ഇപ്പോൾ റിഹേഴ്സലില്ല. ഞാൻ സാറ് ഇത്തിരി ദൂരത്തായിരുന്നു. ദൂരത്തെന്ന് വെച്ചാൽ ഈ കഥയേക്കുന്ന സ്ഥലത്ത്, ഭയങ്കര ദൂരത്തൊന്നുമല്ല. അപ്പോൾ ഇപ്പുറത്തുനിന്ന് എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ബിക്കോസ് ഐ എം ബോൺ ബോട്ട് അപ്പ് ഇൻ ചെന്നൈ. എൻ്റെ സിനിമ തുടങ്ങിയത് ചെന്നൈയിലാണ്, കേരളം ചെന്നൈ തുടങ്ങിയത്. അപ്പോൾ വേറൊരു അസിസ്റ്റന്റ് ഡയറക്ടർ എനിക്ക് ഡയലോഗ് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞാൻ ആ ഡയലോഗ് മെമ്മറൈസ് ചെയ്യുന്നതാണ്. ഞാൻ ആ ഡയലോഗ് മെമ്മറൈസ് ചെയ്ത് പിന്നെ കൗണ്ടർ സാറാണ് പറഞ്ഞുള്ളത്. മെമ്മറൈസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കൗണ്ടർ വരുന്നുണ്ട്, അങ്ങനെ കൗണ്ടർ വരുന്നുണ്ട്. സോ ഹീസ് ഹെൽപ്പിംഗ് മീ സ്റ്റാൻഡിങ് ദർ. സോ ഹീസ് ഓൾസോ പ്രാക്ടീസ്, ഹീസ് ഓൾസോ റിഹേഴ്സൽ. സോ അതിൽ വില്ലിച്ച് ചെറുതില്ല, റിഹേഴ്സൽ ഹാസ് ടു ബി ഡൺ. അപ്പോൾ ഞാനവിടെ പഠിക്കുകയാണ്. സോ ഇനി ഞാനും ഇത് ചെയ്യണം. ഒരാളോട് ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ ഞാൻ അവിടെ പോയി അവരുടെ കൂടെ റിഹേഴ്സൽ ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ ഇതൊക്കെ ഗ്രേറ്റ് അസറ്റാണ്, നമുക്ക് പറഞ്ഞു തന്നെയാണ്. ഓക്കെ, പുള്ളി അവിടെ നിൽപ്പുണ്ട്, പുള്ളി വേറെന്തോ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇവിടെ ഞാൻ പറയുമ്പോൾ പുള്ളി അവിടെ നിന്ന് അതിൻ്റെ കൗണ്ടർ പറയുന്നുണ്ട്. 2 പ്രാവശ്യം ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയി തിരിച്ച് ഞാനത് പറഞ്ഞു കൊടുത്തു, പുള്ളി വീണ്ടും പറഞ്ഞു. അപ്പോൾ ഷോർട്ടിൽ പോയി, അല്ല ഷോർട്ടിൽ പോയി എന്ന് പറയുന്നതല്ല. സോ അവരൊക്കെ കണ്ടാൽ നമ്മൾ, സോ ഇറ്റ്സ് ഈച്ച് ലേണിംഗ് പ്രോസസ്. നമ്മളൊന്ന് ലേൺ ചെയ്യുക, ആ ലേൺ ചെയ്ത് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കും. മോഹൻലാലിൽ നിന്നും ലാൽ സാർ എപ്പോഴും ഉണ്ട്. ലാൽ സാറോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ പുള്ളിൻ്റെ കൂടെ ഇരുന്ന ആളാണ്. ഞാൻ പുള്ളിയുടെ ഒരു യാത്രയിലൊക്കെ ഞാൻ ചെറുതായിരുന്നപ്പോൾ പുള്ളീനെ വയസ്സ് പൊക്കി പറയല്ല, പുള്ളീനെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയ ഒരാളാണ്. സോ ആ റിലേഷൻ എപ്പോഴും ഉണ്ട്. ലാലേട്ടന്റെ മടിയിൽ കിടന്ന് ഇറങ്ങിപ്പോയ ഒരു പയ്യനാണ് നമ്മൾ. അങ്ങനെ ആ യാത്രയാണ് ഇപ്പോഴും തുടരുന്നത്. സാറും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്ത്. സോ അത് വേറൊരു റിലേഷനാണ്. സോ ദാറ്റ് ഈസ് ദർ എവ്രിവെയർ. ആ ടച്ച് എപ്പോഴും ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നൊരു റിലീസ് ഉണ്ടായിരുന്നു, പത്രങ്ങളിൽ റിലീസ് ഉണ്ടായിരുന്നു. ചെന്നൈയിൽ എടുക്കുന്ന സിനിമയിൽ ടെക്നീഷ്യന്മാർ ഉൾപ്പെടെ ഉള്ളവർ അവിടെ ഉള്ളവർ തന്നെയാണ്. താരങ്ങളിൽ ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് അവർ പോകുന്നു. അങ്ങനെ വരുമ്പോൾ റിയാസ് ഖാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമോ? അത്തരം ഒരു തീരുമാനം ശരിയാണോ? ചെന്നൈയിലുള്ളവർ മാത്രം ചെന്നൈയിൽ സിനിമ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ആ ഒരു തീരുമാനം എങ്ങനെ കാണുന്നു? ഇന്ത്യയിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. അങ്ങനത്തെ ഒരു കൺട്രിയാണ്. നമുക്ക് ആക്ടർ എവിടെ വേണമെങ്കിലും എടുക്കാം. ഇറ്റ്സ് ബേസിക്കലി ഇന്ത്യൻ സിനിമ അല്ല, റീജിയണൽ ലാംഗ്വേജ് ആണ് നമ്മൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നത്തിങ് ക്യാൻ. ആക്ടേഴ്സിന് എവിടെ വേണമെങ്കിലും എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊരു വലിയ ഗുണമുള്ള തീരുമാനമല്ല. അത് കറക്റ്റായിട്ട് നടക്കുമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. അങ്ങനെ ഒരു കണ്ടീഷൻ സിനിമയ്ക്ക് ഇടാൻ പറ്റില്ല. അത് സിനിമ എല്ലാവർക്കും ആവശ്യപ്പെടുന്നതാണ്. അത് ഏത് ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ല. നടപ്പിലാകാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റാർട്ടിങ് വെക്കണ്ടേ? അതായത് അങ്ങനെയാണെങ്കിൽ ഹിന്ദി എന്നാണ് എല്ലാവരും കൊണ്ടത് ഇവിടെ ഇടുന്നത്. ഹിന്ദി ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. ഭാഷ അറിയുന്ന ടാലന്റിനെയും വിട്ട് വെറുതെ ഹിന്ദി കൊണ്ടുവന്ന് ഇടും. അപ്പോൾ നമ്മൾ എപ്പോഴും അപ്പോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആളെ വിളിച്ചാൽ പോരെ. എന്തിനാണ് ഹിന്ദിയിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ വെറുതെ പറയണം, നമ്മളൊരു 10 ലക്ഷം ശമ്പളം വാങ്ങുകയാണെങ്കിൽ ഹിന്ദി 50 ലക്ഷം രൂപ ആളെ കൊണ്ടുവരും. ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല, മാർക്കറ്റിംഗും ഇല്ല. അവർക്ക് ഹിന്ദിയിലാർക്കും മാർക്കറ്റിംഗ്. അതെ, അവരെ കൊണ്ടിട്ട് അവരെ കുറേ ഭാഷ അറിയാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങൾ അതും ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു. അപ്പൊ ഹിന്ദിയിൽ ഞങ്ങളെ ഇടണ്ടേ? അതെ അതെ, ഇടൂല.
കിട്ടൂല. ബിക്കോസ് ദാറ്റ്സ് ഹിന്ദി, ഹയർ മാർക്കറ്റിംഗ്. അവിടെ ഇട്ട ഹിന്ദിയിൽ ഒരു ഹിന്ദിയായിട്ട് പടം സെയിൽ ചെയ്യുമ്പോൾ കിട്ടും, പക്ഷെ അതും കിട്ടൂല. ഇറ്റ്സ് ഓൾ ഫാക്ട്. ഇപ്പൊ സിനിമ മാറി. ഇപ്പോൾ വിജയുടെ തമിഴ്, ഇപ്പൊ ലിയോയിൽ തന്നെ എല്ലാ സ്റ്റാർസും ഉണ്ട് പടത്തിൽ. സഞ്ജയ് അഭിനയിക്കുന്നു, വേറെ അഭിനയിക്കുന്നു, ധനുഷ് അഭിനയിക്കുന്നു. സോ ഇറ്റ് ഹാസ് ബിക്കം വൺ. ഇപ്പൊ കമൽ സാർ വില്ലനായിട്ട് അഭിനയിക്കുന്നു പ്രഭാസിന്റെ പടത്തിൽ. ഓക്കെ, ഇപ്പൊ അതൊക്കെ ഭയങ്കര എക്സാമ്പിളാണ്. പുള്ളിക്ക് സാറിന് പറയാൻ പറ്റുന്ന എന്താ ഉള്ളത് ലോകത്ത്? സാറ് കാണാത്തതല്ല, ഒന്നുമല്ല. സാർ ഞാൻ വില്ലനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞ പോലെ ഇസ് തോട്ട്. ഇനി അങ്ങനെ നിന്നാൽ പറ്റൂല. ഇറ്റ് തോട്ട് യു ഹാവ് ടു ഷോ യുവർ ടാലൻറ്റ്. ഞാൻ വില്ലനായിട്ട് വേറൊരു സാധനം കാണിച്ചു തരില്ലേ കമൽ സാറ്. സോ അതുള്ള കാലഘട്ടത്തിൽ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല അല്ലെ? ഏറ്റവും കൂടുതൽ സിനിമയിൽ സഹായിച്ച ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ ആരെ പറയും? കമൽ സാർ സിനിമയിലേക്ക് സ്റ്റാർ ആക്കുന്നത് പുള്ളിയാണ്. അതായത് ഞാൻ ഇങ്ങനെ നോക്കിക്കുന്ന ആള് ഒരാളെ ശ്രദ്ധിച്ചിട്ട് ഇവിടെ വാന്നും പറഞ്ഞ് പുള്ളിയുടെ സിനിമ എനിക്ക് ചാൻസ് തരണം. ആളവന്താനിലെ ചാൻസ് തരണേണ്. ചാൻസ് തന്നിട്ട് ആളവന്താൻ എടുക്കുന്നത് മോഷൻ കൺട്രോളിലാണ് അന്ന്. ഇപ്പം ഈ ഈസിയായി. അന്ന് മോഷൻ കൺട്രോൾ ക്യാമറ ഇല്ല. ഓസ്ട്രേലിയയിൽ നിന്ന് വരണം, ഓസ്ട്രേലിയ ക്രൂ മെമ്പേഴ്സ് വരണം. വന്നു കഴിഞ്ഞിട്ട് അവരെ വെച്ച് വേണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ. പിന്നെ ഒരു ദിവസം പുള്ളിയുടെ മേക്ക് ഓവർ ഉള്ള കാരണം കൊണ്ട് 3 ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ.